ഉന്മേഷ് തീർത്തും വലിയ ഊർജ്ജത്തോടു കൂടി വരവേറ്റു. ആ ഊർജ്ജം പ്രസരിക്കുന്ന വിധത്തിൽ തന്നെയാണ് കലോത്സവത്തിന്റെ സമാപനവും മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ വലിയ ഒരു സന്തോഷത്തിലാണ്. കാരണം ഇന്നലെ നമ്മൾ നാടകം, ഹയർ സെക്കൻഡറി നാടകം, ഒന്നാമത്തെ നാടകമായി കൊളത്തൂരിലെ കുട്ടികൾ, മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ നാഷണൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച നാടകമായിരുന്നു. ആ നാടകം വലിയ എഫർട്ട് അതിലെ കുട്ടികൾ ആ അഭിനയഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കാഴ്ച നമ്മൾ ഇന്ന് പ്രേക്ഷകരെ എത്തിച്ചതാണ്. അതിലെ നായിക കഥാപാത്രമായി ഇരവി എന്ന വേടരാജ്യത്തിന്റെ പ്രതിനിധിയായി, വേടരാജ്യത്തിന്റെ പോരാളിയായി അവതരിപ്പിച്ച ആ കഥാപാത്രമായി നിന്ന അനാമികയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. അനാമിക തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ആ വേദിയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ശരിക്കും യഥാർത്ഥത്തിൽ. കാരണം അത്ര എഫേർട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്നു, കളരി പഠിച്ചിരുന്നു. തീർച്ചയായും ഭയങ്കര സന്തോഷമുണ്ട്. ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയതിനും ഞങ്ങളെ നാടകം ഇങ്ങനെ എല്ലാവരും കയ്യിലെടുത്തതിനും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഞങ്ങൾ നാടകം ചെയ്യുമ്പോൾ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഫസ്റ്റ് ക്ലസ്റ്ററിൽ ഫസ്റ്റ് നാടകം കാണിയോളൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ആ ഒരു സപ്പോർട്ടീവ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച സമയത്താണെങ്കിൽ കൂടി ലാസ്റ്റ് വേറെ എല്ലാവരും കണ്ടിരുന്ന് നല്ല കയ്യടി തന്ന് സപ്പോർട്ട് ചെയ്ത് നാടകം കഴിഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നായിരുന്നു. കാരണം ഫുൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ അയച്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞങ്ങളുടെ നാടകത്തിന്റെ എഫേർട്ട് എങ്ങനെയായിരുന്നു എന്നുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ 24 ഇങ്ങനെ ഒരു ന്യൂസ് വിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഫേമസ് ആവുകയും ചെയ്തു. അച്ഛന്റെ പിന്തുണ, അമ്മയുടെ പിന്തുണ പ്രധാനമാണല്ലോ. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് അപ്പീലുമായിട്ടാണ് ഈ നാടകം വരുന്നത്. അവിടെ കണ്ടവരെല്ലാവരും പറഞ്ഞു വണ്ടൂരിൽ നാടകമായിരുന്നു മികച്ചതെന്ന്. പക്ഷെ ഫസ്റ്റ് കൊടുത്തത് വേറെ നാടകത്തിനാണ്. അങ്ങനെ ഞങ്ങൾ അപ്പീൽ പോയി. പക്ഷെ നമുക്ക് അവിടുന്ന് ജൂറി അപ്പീൽ കിട്ടിയില്ല. ഞങ്ങളിന്നൊരു കോർട്ടിൽ പോയി. അവന് ആ സ്കൂളെടുത്ത് ഭയങ്കര ഇതുണ്ട്. ആ സ്കൂളിനെയാണ് അഭിനന്ദിക്കേണ്ട ആദ്യം. കൊളത്തൂർ നാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ വിട്ടുപോയിട്ടാണ് ഇവിടെ ചേർത്തല പഠിക്കുന്നത്. ഇവിടെ നിർബന്ധമാണ്. സ്കൂളുകളിൽ കിട്ടിയിട്ട് പോവാതെ കൊളത്തൂരിന് ഈ നാടകം അഭിനയിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗുണം ആ സ്കൂളിൽ നിന്ന് കിട്ടി. ഇന്നലെ സുമേഷ് മാഷെ വിളിച്ചിരുന്നു, ഞങ്ങളൊരു മികച്ച നടീനെ അങ്ങോട്ട് തരുന്നുണ്ട്, ഈ സ്കൂളിൽ വന്നതിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും ആ സ്കൂളിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു സ്കൂളാണ്. നല്ല പഠിപ്പും അതുപോലെ തന്നെ കലാ കായിക രംഗങ്ങളുടെ സ്കൂൾ നല്ല മികവ് പുലർത്തുന്ന സ്കൂളാണ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു മികച്ച നടിയായി, കാരണം ഈ കുട്ടി അത്ര വലിയ എഫർട്ട്, ഈ കുട്ടി മാത്രമല്ല ആ നാടകത്തിൽ അഭിനയിച്ച എല്ലാവരും അത്രയും വലിയൊരു എഫേർട്ട് ആ നാടകത്തിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മളത് വാർത്തയാക്കിയതും. ആ വാർത്ത എന്തായാലും അത് ശരിവെക്കുന്ന വിധത്തിൽ തന്നെ അങ്ങനെ ആ വാർത്തയിൽ ഉൾപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചതിന്റെ വലിയ സന്തോഷം കൂടി പ്രകടിപ്പിക്കുകയാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.